ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ണിപ്പിണ്ടിയും പിന്നെ പയറും കൊണ്ട് ഉപ്പേരി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പയർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ഉണ്ണിപ്പിണ്ടി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇത് വട്ടത്തിൽ ആദ്യം വെട്ടിയെടുക്കണം കേട്ടോ, എന്നിട്ട് വേണം ചെറുതാക്കി അരിയാൻ. ഇതേപോലെ നമുക്ക് കയ്യുമ്മ വെച്ച് ഇങ്ങനെ അരിഞ്ഞ് ചെറുതാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ നാര് വെള്ളത്തിൽ ഇങ്ങനെ വിരലുമ്മേനെ ചീറ്റിയെടുക്കാൻ പറ്റും. കുറേ നാര് നമുക്ക് ഇതേപോലെ തന്നെ ചീറ്റിയെടുക്കാം. ഇതിന് കുറേ നാരുണ്ടാവും. ഈ നാരൊക്കെ കളഞ്ഞിട്ട് വേണം കറി വയ്ക്കാനായിട്ട്. വണ്ണം കുറഞ്ഞ ഉണ്ണിപ്പിണ്ടിയാണ് കേട്ടോ. എന്താ വെച്ചാൽ ചെറിയ വാഴയുടെയായിരുന്നു, അത് കാരണം ഇത്ര വണ്ണം കുറവ്. അപ്പോൾ ഇതേപോലെ എൻ്റെ അമ്മയൊക്കെ പണ്ട് ഇതേപോലെ വിരലുമ്മ ചീറ്റിയെടുത്തിട്ട് വലിയൊരു ഉണ്ടയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അതിൻ്റെ നാര് മുഴുവൻ ഇതേപോലെ വിരലുമ്മ എല്ലാം ചീറ്റിയെടുക്കുകയാണെങ്കിൽ കുറേ നാര് കിട്ടും. ഇങ്ങനെ തന്നെ കിട്ടും നമുക്ക്. ആദ്യമൊക്കെ ചെയ്യാറുള്ളത് ഈ വേലിമേലത്തെ മുള്ളൊക്കെ ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് തിരിക്കുക ചെയ്യുക. അപ്പോൾ ആ മുള്ളുമ്മ നന്നായിട്ട് ഇതിൻ്റെ നാരൊക്കെ പിടിച്ച് കിട്ടും. ഇപ്പോൾ വേലിയൊന്നും എല്ലായിടത്തും ഇല്ലല്ലോ, എല്ലായിടത്തും കോൺക്രീറ്റിൻ്റെ മതിലല്ലേ. പണ്ടൊക്കെ വേലിയുമൊന്ന് മുള്ളെടുത്തിട്ടാണ് ഇതിൻ്റെ നാരെടുക്കുക. ഇങ്ങനെ കിട്ടും. ഇത് വലിയ ഉണ്ടയായിട്ട് കിട്ടും കേട്ടോ, എല്ലാം ഇത് ഇങ്ങനെ ചീറ്റുകയാണെങ്കിൽ. പിന്നെ പോവാത്തത് ചെറുതാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് കയ്യിലിട്ട് തിരിക്കുക. അപ്പോൾ കിട്ടും. കണ്ട് ഓരോ ഉണ്ടയായിട്ട് ഇങ്ങനെ നാര് ചീറ്റി വരണത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള നാരുകളും ചീറ്റിയെടുക്കാൻ പറ്റും. നാര് അധികം പെടാണ്ട് നമുക്ക് വേണം കറി വയ്ക്കാനായിട്ട്. കയ്യിലിട്ടിട്ട് ഇങ്ങനെ വട്ടം തേച്ചാൽ മതി. അപ്പം ഇങ്ങനെ നാര് ഇത് കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ കിട്ടും. ഉണ്ണിപ്പിണ്ടി നല്ലതാണ് കേട്ടോ. വയറിനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കറി വെച്ച് കഴിക്കണതൊക്കെ നല്ലതാണ്. ഇവിടെ എപ്പോൾ കിട്ടിയാലും ഇവിടെ വയ്ക്കും. അപ്പോൾ പയർ നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. പയർ ഒരു 3-4 വിസിലടിച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിപ്പിണ്ടി ഇടാം. ഇതാണ് കേട്ടോ ഉണ്ണിപ്പിണ്ടി ചെറുതാക്കി അരിഞ്ഞു കൊണ്ട് വെച്ചേക്കണത്. അതുപോലെ നാര് ചീറ്റി എടുത്തിട്ട് കഴുകി വാരി വെച്ചേക്കണതാണ് വെള്ളത്തിലിട്ടിട്ട്. പയർ ഒരു 3-4 വിസിലടിച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുക്കറിലേക്ക് ഉണ്ണിപ്പിണ്ടിയും കൂടിയും ഇട്ടിട്ട് ഒരു 2 വിസിലും കൂടിയും കേൾപ്പിക്കാം. ഇപ്പോൾ പയർ വെന്തു കൂട്ടാ. ഇനി അതിലേക്ക് ഉണ്ണിപ്പിണ്ടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇതും അടച്ചു വെച്ച് കുറച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ രണ്ടും നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളി മൂപ്പിക്കണം. അതിനായിട്ട് ഒരു പാൻ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. ഇത് ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളിയുമാണ് കേട്ടോ. അത് നന്നായി ഇളക്കി ഒന്ന് ബ്രൗൺ നിറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അതൊന്നും പയർ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഉപ്പ് മാത്രമേ കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്ത്. എരിവ് എത്രയ്ക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ കൂട്ടി കുറയ്ക്കുക എന്താ ചെയ്യണം കേട്ടോ. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചേണ ഉണ്ണിപ്പിണ്ടിയും പയറും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റണം വരെ ഒരു 5 മിനിറ്റ് നിരന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഉണ്ണിപ്പിണ്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും കളയാണ്ട് ഇതുപോലെ തോരനോ ഉപ്പേരിയോ കറിയോ എന്തായാലും വെച്ച് കഴിക്കാം. നല്ല ആരോഗ്യമുള്ളതാണ് കേട്ടോ ഉണ്ണിപ്പിണ്ടി. തോരൻ വെച്ച് കഴിക്കാനും ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാനും ഇവിടെ എപ്പോൾ കിട്ടിയാലും ഞങ്ങൾ വയ്ക്കും. 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.